ആക്രമിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഓർമ്മിക്കേണ്ട ഒരു ചിത്രമുണ്ട്. നഗരത്തിൻ്റെ ഓടയിലേക്ക് വലിച്ചെറിയപ്പെട്ട് മരുന്നും ഭക്ഷണവുമില്ലാതെ ഒറ്റോരും ഉടയോരുമില്ലാതെ അഴുകി നരകിച്ചിരുന്ന കുഷ്ഠരോഗികളെ കാരുണ്യത്തോടെ പരിചരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം. അതായിരുന്നു വിശുദ്ധ മദർ തെരേസ. പാവങ്ങളുടെ അമ്മയും കനിവും 1000 മനുഷ്യ ജന്മങ്ങൾക്ക് ചെയ്തു തീർക്കാനാവാത്ത പുണ്യം ഒരു ജന്മം കൊണ്ട് ചെയ്തു തീർത്തവൾ. ജനനം കൊണ്ട് അൽബേനിയക്കാരി, പൗരത്വം കൊണ്ട് ഇന്ത്യൻ, വിശ്വാസത്തിൽ ക്രിസ്ത്യൻ, പ്രവർത്തനത്തിൽ കാരുണ്യത്തിൻ്റെ മുഖം. ഇത്രയുമായ വിശുദ്ധ മദർ തെരേസ എന്ന അഗതിയുടെ അമ്മയുടെ പൂർണ്ണ രൂപമായി 7 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവിനെ നഷ്ടപ്പെട്ട ആഗ്നസ് എന്ന മദർ തെരേസ മാതാവിൻ്റെ ശിക്ഷണത്തിലാണ് വളർന്നത്. മദർ തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: അമ്മേനെ ഈശ്വരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. അതെ, ഉന്നതമായ മൂല്യബോധം കൊണ്ട് സമ്പന്നയായിരുന്നു ആ അമ്മ. 12-ാം വയസ്സിൽ എല്ലാം ദൈവഹിതത്തിൽ സമർപ്പിച്ച ഒരു സന്യാസിനെയാൻ തീരുമാനിച്ചിരുന്നു. യാചകരും രോഗികളുമായി മരണത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രകാശമായി മദർ കടന്നു ചെന്നു. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ലോകം ആ അമ്മയ്ക്ക് മുന്നിൽ ശിരസ്സു നമിച്ചു. 1997 സെപ്റ്റംബർ 5 മദർ തെരേസയുടെ പുണ്യാത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. പാവങ്ങളുടെ അമ്മയും കനിവിൻ്റെ മാലാഖയുമായ മദർ തെരേസയെ 2016 സെപ്റ്റംബർ 4 വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അനേകായിരങ്ങളെ നിത്യജീവിതത്തിലേക്ക് നയിക്കാൻ അണയാത്ത വിളക്കായി അമ്മ എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ആ പുണ്യവതിയുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ നാട് ധന്യമാട്ടെ. ഒരു മെഴുകുതിരിയിൽ നിന്ന് 1000 തിരുനാളങ്ങൾ എന്ന പോലെ ഒരു മദർ തെരേസയിൽ നിന്ന് 1000 തെരേസമാർ ഉണ്ടാകട്ടെ. ആമേൻ.